സമചതുരത്തിൻ്റെ വശം ഇരട്ടിച്ചാൽ പരപ്പളവ് എത്ര മടങ്ങാകും? നമുക്കൊരു സ്ക്വയറിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ സ്ക്വയറിൻ്റെ വശം ഇപ്പോൾ എത്രയാണോ അത് നമ്മളതിനെ ആ വശത്തിൻ്റെ ഇരട്ടിയാക്കിയ അതിൻ്റെ ഏരിയയിൽ എന്ത് മാറ്റം വരും, പരപ്പളവിൽ എത്ര മാറ്റം വരും, അല്ലെങ്കിൽ ആദ്യത്തെ സ്ക്വയറിൻ്റെ ഏരിയയുടെ എത്ര മടങ്ങായി മാറും രണ്ടാമത്തെ സ്ക്വയറിൻ്റെ ഏരിയ. അപ്പോൾ നമ്മൾ ഏരിയ ഓഫ് സ്ക്വയർ എഴുതുക. സമരത്തിൻ്റെ പരപ്പളവ് സൂത്രവാക്യം എ സ്ക്വയർ എന്നാണ് വശം. അപ്പോൾ സാധാരണ രീതിയിലുള്ള ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് എന്താണ്? എ സ്ക്വയർ. ഇനി എന്താ പറയുന്നത്? ഈ എ വശമാണല്ലോ, അത് ഇരട്ടിച്ച് നോക്കുക. നമുക്ക് ഈ വശം ഇരട്ടിച്ച് നോക്കുക. വശം ഇരട്ടിച്ചാൽ വീണ്ടും പരപ്പളവ് നോക്കുക. പരപ്പളവ് വീണ്ടും സൂത്രവാക്യം എ സ്ക്വയർ തന്നെയാണ്. സമരത്തിൻ്റെ പരപ്പളവ് സൂത്രവാക്യം എ സ്ക്വയർ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ വശം ഇരട്ടിക്കുമ്പോൾ എക്ക് പകരം 2a എന്ന് എഴുതണം. എക്ക് പകരം 2a എന്നിട്ട് എ സ്ക്വയർ എന്നുണ്ട്. അപ്പോൾ 2a ഹോൾ സ്ക്വയർ. ഈ 2a ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2നും സ്ക്വയർ എടുക്കണം, എനും സ്ക്വയർ എടുക്കണം. അപ്പോൾ 2a സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ. ഈ 2a സ്ക്വയർ 4a സ്ക്വയർ 4a സ്ക്വയർ. അപ്പോൾ നമുക്ക് സമരത്തിൻ്റെ പരപ്പളവ് ആദ്യം എന്തായിരുന്നു? സമരത്തിൻ്റെ പരപ്പളവ് എ സ്ക്വയർ ആയിരുന്നു. ഇപ്പോൾ വശം ഇരട്ടിച്ചപ്പോഴോ പരപ്പളവ് 4a സ്ക്വയർ ആയി. ഇത് എ സ്ക്വയർ ആയിരുന്നു, ഇത് 4a സ്ക്വയർ ആയി. അതായത് ഈ എ സ്ക്വയറിനെ 4 കൊണ്ട് ഗുണിക്കണ പോലെയായി. അതിൻ്റെ അർത്ഥം ആദ്യം പരപ്പളവ് എത്രയായിരുന്നു? അതിൻ്റെ 4 മടങ്ങാകും. എപ്പോൾ? വശം ഇരട്ടിച്ചാൽ പരപ്പളവ് 4 മടങ്ങാകും. എന്തിൻ്റെ? സമചതുരത്തിൻ്റെ.